നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യ ചൈതന്യയതി. ധ്യാനം 25. ഒരുവനു നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയോർത്തിടേണം. പരനു പരം പരിതാപമേകിടുന്നോർ എരിനരകാബ്ധിയിൽ വീണെരിഞ്ഞിടുന്നു. എത്രയോ മനോഹരമായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നും പ്രഭാതത്തിൽ ഒരു സ്വർണത്തളിക പോലെ സൂര്യൻ കിഴക്കേ ചക്രവാളത്തിൽ വന്നുദിക്കുന്നു. വിശാലമായ സമുദ്രത്തിൽ നിന്നും പർവ്വതങ്ങളിലേക്കും പർവ്വതങ്ങളിൽ നിന്നും പർവ്വതങ്ങളിലേക്കും കുളിർക്കാറ്റുകൾ പകർന്നു പോകുന്നു. വൃക്ഷലതാദികൾ എന്തെല്ലാം പഴങ്ങളും കായ്കളും പൂക്കളും ഇലകളും അരികളും നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഉന്നതമായി ചിന്തിക്കുന്നവരും ആഴത്തിൽ സ്നേഹിക്കുന്നവരും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഇതെല്ലാമായിട്ടും നാം ലോകത്തെ ഒരു തീനരകമാക്കിക്കൊണ്ടിരിക്കുന്നു. ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് എറിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായത് പുരാണങ്ങളിലെ ആലങ്കാരികമായ തീനരകമൊന്നുമല്ല. അതിനേക്കാൾ എത്രയോ വലുതായ തീനരകമുണ്ടാക്കാനുള്ള കോപ്പുകൾ അമേരിക്കയും സോവിയറ്റ് നാടും ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയും ദിവസം പ്രതി ഉണ്ടാക്കി കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യവംശത്തിൻ്റെ സമൂലമായ നാശം എപ്പോഴുണ്ടാകും എന്നറിയാതെ എല്ലാവരും ഭയന്നു കഴിയുകയാണ്. ആത്മാവ് കേവലം ഒരാളിൽ മാത്രം ഇരുന്നു മിന്നുന്ന ചേതനയല്ല. സകല ജീവജാലങ്ങളിലും പ്രത്യക്ഷത്തിൽ ജഡം എന്ന് തോന്നുന്ന വസ്തുക്കളിൽ പോലും ഇരിക്കുന്ന നിയാമക ശക്തിയും ബുദ്ധിപരമായ രചനാവിശേഷവും പരമമായ ധർമ്മമെന്നും ബ്രഹ്മം എന്നും ഒപ്പം പറയാവുന്ന പരമ്പൊരുളാണ്. അതിനെ സാർവത്രികമായ സൗന്ദര്യവും ശാന്തിയും പരമപ്രേമവുമായി അറിയുന്തോറും അത് അറിയുന്നവൻ്റെ ആത്മസാക്ഷാത്കാരമായി വരുന്നു. ഭഗവത്ഗീതയിൽ പറയുന്നത് കേൾക്കുക. ഖോട്ട്: ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ ഉദ്ധരിക്കണം. ആത്മാവിനെ ഒരിക്കലും തളർത്തരുത്. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് തന്നെ ആത്മാവിൻ്റെ ബന്ധുവാകുന്നു. ആത്മാവ് തന്നെ ആത്മാവിന് ശത്രുവായിട്ടും വരും. ആത്മാവിനെ അനാത്മാവായി കരുതുന്നവന് ആത്മാവ് തന്നെ ശത്രുവായി തീരും. അൺകോട്ട്. ഗുരു ശിഷ്യന് ഉപദേശം നൽകി സുശിക്ഷിതനാക്കുമ്പോൾ ആത്മാവ് തന്നെയാണ് ആത്മാവിനെ ഉദ്ധരിക്കുന്നത്. ഒരുവൻ സ്വാധ്യായ ധ്യാന തപോനിഷ്ഠകളിൽ വ്യാപൃതനാകുമ്പോഴും ആത്മാവ് ആത്മാവിനെ ഉദ്ധരിക്കുന്നു. നന്മയുടെയും തിന്മയുടെയും ഉറവിടം ആത്മാവിൽ തന്നെയാണെന്ന് പ്ലേറ്റോയുടെ പാർമിനൈഡസ് എന്ന ഡയലോഗിൽ സോക്രട്ടീസ് വെളിപ്പെടുത്തുന്നു. സർവേശ്വരനിൽ നിന്നും അകന്നു പോകുന്നതും സാർവത്രികമായ സൗന്ദര്യവും നന്മയും കാണുവാനുള്ള ശക്തി നശിച്ചു പോകുന്നതുമാണ് തിന്മയുടെ ലക്ഷണം എന്ന് സെയിന്റ് അഗസ്റ്റിൻ പറയുന്നു. നാം നമ്മുടെ സ്വാർത്ഥത കൊണ്ട് വേറൊരാൾക്ക് ന്യായമായി ലഭിക്കേണ്ടുന്ന സുഖ സൗകര്യങ്ങളെ
തടയുകയോ കവർന്നെടുക്കുകയോ ചെയ്യുമ്പോൾ അത് സാരമില്ലെന്ന് കരുതുന്നു. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സാക്ഷി അന്തരംഗത്തിലെ സ്വച്ഛമായ ആനന്ദത്തെ വികലമാക്കി ഉള്ളിൽ കുറ്റബോധം ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള തിന്മയുടെ തീപ്പൊരികൾ ഒരു സമുദായത്തിൽ തന്നെ അനേകരുടെ മനസ്സിനെ വികലമാക്കുമ്പോൾ അതുതന്നെ ദുഷ്ടത നിറഞ്ഞ ജീവിത പശ്ചാത്തലത്തെ ഉണ്ടാക്കി ആ സമുദായത്തിൽ ശേഷിക്കുന്ന നന്മയെ കൂടി എരിച്ചു കളയുന്നു. ശരീരത്തിൽ ഒരു സൂചിമുന കൊണ്ടുണ്ടാകുന്ന വേദന ആകെ ശരീരത്തെ ദുഃഖപൂർണമാക്കുന്നു. അതുപോലെ സമഷ്ടിയുടെ അവിഭാജ്യ ഘടകമായ നമ്മുടെ വ്യക്തിപരമായ മനസ്സിലുണ്ടാക്കുന്ന തിന്മയും അതുളവാക്കുന്ന ദുഃഖവും ഒരു ചെറിയ അളവിലെങ്കിലും സമഷ്ടിയുടെ ആനന്ദത്തെ ഭഞ്ജിക്കുന്നു. അതുകൊണ്ട് ഒരു ചെറിയ ദുഃഖം പോലും ആർക്കും ഉണ്ടാകാതിരിക്കാനായി എപ്പോഴും സച്ചിദാനന്ദപരനായി ജീവിക്കണം.